സാറ്റ് കളിക്കാൻ കാരണോരെ കുയ് എന്തുവാ ഭയങ്കര സീഡമാണോ? ക്ഷീണമാണോടി? എന്റെ പറ്റി പൊന്നോ 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 എന്റെ പൊന്നിനെന്തോ ഒരു മൗനം, ഒരു വിഷമം ഉണ്ടല്ലോ. എന്തുവാ ചക്കരോ ചക്കരോ? ജാനിയെ വിളി, ജാനിക്ക് കൊടു. ജാനിക്കുട്ടിയെ വായോ. വേണ്ട ബിസ്ക്കറ്റ് മേടിച്ചോണ്ട് പോയേക്കളെ. ആരാ വരും? ഉറക്കം വന്നിങ്ങനെ ഇരിക്കുക. ഉപദ്രവിക്കരുത് സാറേ, സോറി. എന്തുവാ ട്രൈ ചെയ്തോ? പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് തീരെ ഇറങ്ങാനും കയറാനും വയ്യായിരുന്നു. എന്നിട്ട് ഞാൻ ജാനിക്കുട്ടിയുടെ അടുത്ത് വരെ പോയി. കാരണം 2 ദിവസമായി അവളെ കണ്ടിട്ട്, അതുകൊണ്ട് ഞാൻ അവിടെ വരെ പോയി കേട്ടോ. പിന്നെ വന്ന് സൂപ്പർ മാർക്കറ്റിൽ മേടിച്ച സാധനങ്ങൾ, പാലും പുട്ടുപൊടി, കടുക് ഇന്ന് സാമ്പാർ ഉണ്ടാക്കി രാവിലെ. കടുക് പൊട്ടിക്കാൻ ഇച്ചിരി ഉള്ളായിരുന്നു കേട്ടോ, അതിന്റെ ആവശ്യത്തിനില്ലായിരുന്നു. ഒരു കൊച്ചു പാക്കറ്റ് തേയില, ഇത്രയും ചെറുത് ഞാൻ വാങ്ങിച്ചത്. നമുക്ക് തേയില ഓർഡർ ചെയ്തിട്ടുണ്ടോ തപ്പൂന്ന് കേട്ടോ, അത് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ചെറിയ പാക്കറ്റ് മേടിച്ചത്. പിന്നെ മോനുകുട്ടൻ വരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കാണിക്കിയത്, മോനുകുട്ടന് കിട്ടിയ ആദ്യത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ബർത്ത്ഡേക്ക് കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങ് മാറ്റി വെക്കട്ടെ, വരുന്നുണ്ട് കേട്ടോ. അത് തന്നത് നമ്മുടെ വീടിനടുത്ത് തന്നെ, നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു ശ്രുതിയാണ്. അപ്പൊ ശ്രുതിക്ക് ഒരുപാട് സ്നേഹവും സന്തോഷവും. എന്തുവാ അപ്പം പിന്നെ ഞാൻ ജാനിക്കുട്ടിയുടെ അടുത്ത് കയറും, എന്നിട്ട് വന്ന് അമ്മയുടെ അടുത്ത് കയറിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പം വരുന്ന വഴിക്ക് 2 സ്റ്റോപ്പ് ഉണ്ട്. അപ്പൊ ഇന്ന് രാവിലെ അമ്മ തന്നത് ഓമയ്ക്ക കേട്ടോ, അത് മുറിച്ചില്ല. വന്ന ഉടനെ മണം പിടിച്ചാണ്ട, ചക്കയുടെ മണം ഉണ്ടെന്ന്. പറ്റയൊക്കെ കിട്ടി. ഇതാണ്ട് കേട്ടോ, അത് അമ്മയ്ക്ക് കൈ വയ്യാതിന്, അമ്മമ്മയ്ക്ക് കൈ വയ്യായിരുന്നു. എന്നിട്ട് അത് നുള്ളി പറിച്ചെടുത്ത് തന്നതാ കേട്ടോ. അമ്മയുടെ താണ്ടി കൊടുത്തതാ. ഒക്കത്തില്ല, അത് നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കാൻ വേണ്ടിട്ടാ കേട്ടോ. നല്ല മധുരമുള്ള ചക്ക കേട്ടോ. അതങ്ങ് എടുക്കാം. പിന്നെ കപ്പലണ്ടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുത്തരിയാണോ റേഷൻ കടയിലെ കിട്ടുന്ന, നമുക്ക് ഒരു സൈസ് ചാക്കരി കിട്ടത്തില്ലേ, ആ അരിയാണോന്ന് അറിയത്തില്ല. ചാക്കരിയാന്ന് തോന്നുന്നത്. ഇത് അമ്മ കുതിർത്ത് പൊടിച്ചു തന്നതാ. ഞാൻ നോക്കട്ടെ, ഇത് വെച്ച് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് വിചാരിച്ചാട്ടോ. പിന്നെ ഇത് അജിയങ്ങള് മേടിച്ചു കൊടുക്കാൻ കേട്ടോ. പാലയുടെ ബിസ്ക്കറ്റ്, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കുഞ്ഞോനും ജാനിക്കുട്ടിക്കും കൊടുക്കാൻ തന്നു, 1 മോനുകുട്ടനും. പിന്നെ ഇന്ന് പച്ചക്കറികളൊന്നും മേടിക്കണമെന്ന് ഓർത്തതല്ല, പക്ഷേ നമ്മുടെ ഇതുവഴി പച്ചക്കറി വണ്ടി വരുമേ, ബുധനാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ വരും. അപ്പൊ അവിടെ വന്നിന്ന് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയ ഉടനെ ജാനിക്കുട്ടിയുടെ വണ്ടി വന്നു.
ഇച്ചിരി പച്ചക്കറി മേടിച്ചു. വേറെ ഒന്നും അല്ല, കൂർക്ക കണ്ടപ്പോ എനിക്ക് മേടിക്കാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ കൂർക്ക മേടിച്ചു. വെണ്ടയ്ക്ക മേടിച്ചു. ഇതാ ഈ സാധനം വഴുതനങ്ങ കത്തിരിക്കാനൊക്കെ പിന്നെ ഇച്ചിരി പച്ചമുളകും. ബാക്കി ഇത് ഒരു 10 രൂപയുടെ പച്ചമുളക് അത്രേ ഉള്ളൂ കേട്ടോ. വേറെ സാധനം ഒന്നും മേടിച്ചില്ല. മൊത്തത്തില് 100 രൂപ. അപ്പൊ ഇന്നത്തെ ഇതൊക്കെയായിരുന്നു. പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള 2-3 പേര് ഇന്ന് വന്നു, കണ്ടു, സംസാരിച്ചു. ഒത്തിരി സ്നേഹം എല്ലാവരോടും കേട്ടോ. ആരുടെയും പേര് സത്യത്തിൽ ഞാൻ ഇന്നിട്ട് പേര് മറന്നുപോയതിന് ഒരാൾ പരിഭവമൊക്കെ പറഞ്ഞു. എന്റെ പ്രിയങ്ങളുടെ എല്ലാം പേര്, വരുന്നവരുടെയൊക്കെ പേര് അങ്ങോട്ട് എഴുതി വെക്കാന്ന് വിചാരിച്ചിരിക്കും കേട്ടോ. അപ്പൊ സുജിയാണ്, ഞാൻ മറന്നുപോയ പേര് സുജി എന്നാണ് കേട്ടോ. സുജി ഇന്ന് പരിഭവം പറഞ്ഞു എന്റെ പേര് മറന്നുപോയല്ലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇന്ന് 2-3 പേര് വന്നു, കണ്ടു, സംസാരിച്ചു. എല്ലാവരോടും സ്നേഹം. വരുന്നതും കാണുന്നതും ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ വേറെന്തോ ഇന്ന് അടുക്കളയിലെ വിശേഷം. അടുക്കളയിൽ പാചകം നഹി എന്ന് വെച്ചാൽ ഇന്നലെ വൈകിട്ട് നമ്മൾ മീൻകറി വെച്ചു. രാവിലെ ഇവിടെ ഇഡലിയും സാമ്പാറും ആയിരുന്നു കേട്ടോ. അപ്പൊ സാമ്പാറുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ടല്ലോ. അപ്പം മീൻകറി ഉണ്ട്, സാമ്പാറുണ്ട്. പിന്നെ ദാ ഈ സാധനം ഇത് വറക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഇന്നത്തെ രാത്രിയിലത്തെ അത്താഴത്തിന് അതേ ഉള്ളൂ. അതുപോലെ അല്ലേ. പിന്നെ കഴിഞ്ഞ് നമ്മുടെ ഈ ഓമയ്ക്കായും മുറിച്ച് കഴിക്കുന്നതോടെ ഇന്നത്തെ ദിവസം ശുഭം കേട്ടോ. പിന്നെ നമ്മൾ അത്താഴം കഴിച്ചാൽ ഉടനെ ഇത് മുറിച്ചൊന്നും കഴിക്കത്തില്ല. അത്താഴം ചിലപ്പം 8:30 മുമ്പേ നമ്മൾ കഴിക്കും. നേരത്തെ 8 മണിക്ക് മുമ്പായിരുന്നു. ഇപ്പൊ അത് 8:15, 8:30 ആകാറാവുമ്പോഴാണ് കഴിക്കുന്നത്. പിന്നെ ഇത് കഴിക്കണ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതൊക്കെ മുറിച്ച് കഴിക്കുന്നത്. ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ മുറിച്ച് കഴിക്കുന്നത് അന്നേരം കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ, എന്നെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന എന്റെ ചക്കര മുത്തുമണികൾക്കെല്ലാം സ്നേഹവും സന്തോഷം അറിയിക്കുവാണ്. ആരും പരിഭവം പറയരുത്, പേര് മറന്നെന്നോ നിങ്ങളെ കണ്ടിട്ട് മനസ്സിലായിരുന്നു അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. എന്റെ ഓർമ്മക്കുറവിന്റെ പ്രശ്നമാണ്, മറവിയുടെ കുഴപ്പമാണ്. അതുകൊണ്ട് നിങ്ങൾ സദയം എന്റെ കുറവുകളെ സഹിക്കുക കേട്ടോ. അപ്പം ഞാൻ പോയി കുളിയും ജപമൊക്കെ കഴിക്കട്ടെ. ഈ സാധനങ്ങളെല്ലാം ഒന്ന് എടുത്തു വെക്കണം. കുളിയും ജപമൊക്കെ കഴിക്കണം. രാവിലെ കുറെ തുണികളെല്ലാം പെരക്കിയിട്ടിട്ടുണ്ട്. അത് കുറച്ച് മടക്കി വെക്കാനുണ്ട്. ബാക്കി മുത്ത് മടക്കിയിട്ടുണ്ടാവും, ഞാൻ നോക്കിയില്ല. പിന്നെ രാവിലെ ഈ ചുരിദാർ ടോപ്പിന്റെ ഷാള് നോക്കി വട്ടുപിടിച്ച് കുറെ ഷാള് ഞങ്ങളുടെ വാരി ആ കട്ടിലയിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് അതെല്ലാം ഒന്ന് ഒതുക്കണം. ഇത് വേറെ ഒരു ചുരിദാറിന്റെ ഷാളാട്ടോ. ഇതിന്റെ ഷാള് കുക്കുവിന്റെ അടുക്കലിരിക്കുമായിരുന്നു. അന്ന് ഇന്ന് അത് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ രാവിലെ ഇതെന്നെ പ്രാന്ത് പിടിപ്പിച്ചു. പോകാനുള്ള ധൃതി വെച്ച് ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ടാണ് ഷാള് നോക്കിയത്. പിന്നെ ഇത് ഡ്രസ്സ് ഇടുന്ന പാടെ എനിക്കറിയത് വലിച്ചു കയറ്റി ഇടാൻ ഭയങ്കര പ്രയാസമാണ്. ചുരിദാറാണേലും ടോപ്പാണേലും എന്തുവാണെങ്കിലും നമ്മളിത് ഡ്രസ്സ് ഇടുന്നത് നമ്മുടെ കൈക്കൊക്കെ സ്ട്രെയിൻ ചെയ്യുന്നത് കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇത് വേറെ ഒരെണ്ണം അയൺ ചെയ്ത് എടുത്തിടുക എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യം, അസാധ്യമാണ്. അതുകൊണ്ട് ഞാൻ കിട്ടിയ ബാക്കി ഏതെങ്കിലും ഒരെണ്ണം ഇട്ടുകൊണ്ട് പാന്നോർത്തോണ്ടും. അപ്പം ഈ ഷാള് കിട്ടി, ഇത് വിട്ടുകൊണ്ടാണ് ഇന്ന് പോയത്. അപ്പൊ ആ കുറച്ച് ജോലി നമുക്ക് കിടപ്പുണ്ട്, അതെല്ലാം ഒന്ന് തീർക്കണം. ഇവിടെ ഒന്ന് സെറ്റ് ആക്കണം കേട്ടോ. എന്തോ അതിന് എന്തോ ഉണ്ടാക്കണേ ഞാനൊരു പെരുന്നാൾ ബിരിയാണി ഉണ്ടാക്കിയത്. എന്റെ പെരുന്നാൾ എന്തോ ഉണ്ടാക്കണേ, എന്തോ വേണ്ടേ എനിക്കറിയത്തില്ല. ഞാനിക്ക് ഉണ്ടാക്കിയോളെ, അപ്പൊ ഞാന് ഇപ്പൊ വരാട്ടോ. എന്റെ കണ്ട രാവിലത്തെ ഒരു യുദ്ധത്തിന്റെ ബാക്കി പത്രം. ഇതെല്ലാം ഒന്ന് മടക്കി വെക്കട്ടെ. ഇടയ്ക്കൊരു വീഡിയോയ്ക്കകത്ത് ആരോ പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചായിരുന്നു ഫാൻ ഇട്ടിട്ടുണ്ടോന്ന് കേട്ടോ. ഫാൻ ഇട്ടാൽ ഇറിറ്റേഷൻ ഉണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷേ ഫാൻ ഇല്ലാതെ ഇതിനകത്ത് നിൽക്കാൻ പറ്റൂല. കുറെ എണ്ണം ഞാൻ ഈ ഷാളൊക്കെ ഇതിനകത്തങ്ങ് മടക്കി വെക്കും. ബാക്കി മാത്രം താണ്ടി നമ്മുടെ ഹാങ്കർ ഉണ്ടല്ലോ അതിലിങ്ങനെ ഇട്ടേക്കും, എപ്പോഴും എടുക്കുന്നതൊക്കെ. അധികം യൂസ് ചെയ്യാത്തതാണ് ഞാൻ അതിനകത്ത് എടുത്ത് ഇങ്ങനെ വെക്കുന്നത്. ഇന്ന് നോക്കി എനിക്ക് വട്ട് പിടിച്ച് കൂപ്പു അങ്ങോട്ട് കൊണ്ടുപോയ കാര്യം ഞാൻ മറന്നുപോയി. പിന്നെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ റോൾ ചെയ്ത് അങ്ങ് വെക്കും കേട്ടോ.
മറ്റേ നമ്മുടെ കട്ടിയുള്ള സാധനം ഉണ്ടല്ലോ അത് ഇങ്ങനെ മടക്കി വെക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഇന്ന് ഞാനിപ്പോ കുളിക്കാൻ കയറിപ്പോണല്ലോ എന്റെ കാലിലെ നീര് എന്തുവാന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാലിന്റെ ഈ ഉപ്പൂറ്റിയുടെ ഭാഗത്തെല്ലാം നീരാട്ടോ. പണ്ട് ഇവരെ പ്രഗ്നന്റ് ആയിട്ടിരുന്ന സമയത്ത് ഇതുപോലായിരുന്നു എന്റെ കാലിന് നീര് വെച്ച. അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് ഇങ്ങനെ നീര് കാണുന്നത്, ഇത്രയും നീര് കാണുന്നത്. ഇടയ്ക്കൊക്കെ ചിലപ്പം നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്യുമ്പോഴേ കുറെ നേരമൊക്കെ ഇരുന്ന് യാത്ര ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി സമയമൊക്കെ ഇരുന്നിട്ട് വരുമ്പോൾ കാലിൽ അങ്ങനെ ചെറുതായിട്ടൊക്കെ ഒരു നീരൊക്കെ കാണുന്നുണ്ട് ഈയിടെയായിട്ട്. പക്ഷെ ഇത്രയും ഇതിപ്പോ ഞാൻ ഇന്നാണ് കാണുന്നത്. എനിക്ക് എന്നിട്ട് ജാനിക്കുട്ടിയോട്ട് പോയിട്ട് തിരിച്ച് കയറി വരാനൊക്കെ ഭയങ്കര പാടായിരുന്നു ഇന്ന്. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് വെച്ചിരുന്നത്. പിന്നെ അങ്ങോട്ടങ്ങ് പോയി. എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മളൊരു ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടായിരുന്നു എനിക്ക്. ആ സമയത്ത് നമ്മൾ യൂറിക് ആസിഡൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ആ ഇഞ്ചക്ഷൻ നിർത്തിയത് കൊണ്ട് യൂറിക് ആസിഡ് ഒന്നും ചെക്ക് ചെയ്യുന്നില്ല. പക്ഷെ വേദനയില്ല, ഒരു ബലക്കുറവ് പോലെ ഉണ്ട്. എന്നാലും അങ്ങനെ സഹിക്കാൻ പറ്റാത്ത വേദനയൊന്നുമില്ല കേട്ടോ കാലിന്. യൂറിക് ആസിഡ് ഉണ്ട്, വേദന വരത്തില്ലേ. ഇതെന്താണ് അടുത്ത പരിപാടി എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. മൊത്തത്തിൽ പഞ്ചറാണ് എന്ന് പറയുന്നതാണ് സത്യം. പിന്നെ എന്റെ പ്രിയങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ, സന്തോഷമാണോ? ഇതൊക്കെ അതിനകത്തിരുന്ന് ചൂളുങ്ങി കൂടി നാശമായിട്ടോ. ഞാനിനി ഇത് നമ്മൾ എവിടെയായിട്ട് പോകുമ്പോ ഇതെല്ലാം അയൺ ചെയ്ത് കൊണ്ടുപോകണം. ഇങ്ങനത്തെ കോട്ടൺ ഷാൾ മേടിച്ചാലുള്ള പ്രശ്നം അതല്ലേ. എല്ലാം മടക്കി കഴിഞ്ഞ് ആ ഒരു ജോലി തീർന്ന് ഇനിയും നമുക്ക് വേറെ കുറച്ച് പണികൾ എനിക്ക് ചെയ്ത് തീർക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് തീർത്തിട്ട് നമുക്ക് അത്താഴം കഴിക്കും. ഓയിൻമെന്റ് ഇട്ട് കാലെല്ലാം തിരുമി ഭയങ്കര നീറ്റിലുള്ള ഓയിൻമെന്റ് ആട്ടോ. അതുകൊണ്ടേ മോനുകുട്ടൻ കണ്ട ഉടനെ വന്ന് അവൻ പുരട്ടി തരണമെന്നൊക്കെ പറയാൻ ഞാൻ കാണിച്ചില്ല. എന്റെ മുഖത്ത് നേർക്കോളുള്ള പോലൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ വേറെ എന്താണ് വിശേഷം? ഇന്നങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനൊരു വിഷയം എനിക്ക് കിട്ടുന്നില്ല. ആലോചിക്കട്ടെ. എന്തോ വൈകിന്ന് ചോറുപാത്രം വരുന്ന വരവാണ്. ഉച്ചക്ക് കഴിക്കാൻ കൊണ്ടുപോകുന്നത്. ഇന്ന് ഇഡലിയും സാമ്പാറും ഇഷ്ടമായോണ്ട് ഇന്ന് ഇഡലിയും സാമ്പാറും ഒക്കെ കൊണ്ടാ പോയത്. ഉച്ചയ്ക്ക് അവിടെ ഫുഡും ഉണ്ട് കേട്ടോ. ചില ദിവസങ്ങളിലൊക്കെ അവിടെ നിന്ന് കഴിക്കും, സ്കൂളിൽ നിന്ന് തന്നെ കഴിക്കും. അല്ലാത്ത ദിവസം രാവിലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകും, ഇഷ്ടമുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ വേറെ എന്താണ് വിശേഷം? നമ്മുടെ ഫാമിലിയിലോട്ട് കുറെ പുതിയ ആൾക്കാർ വരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ വന്നവരായിരിക്കും. നമ്മുടെ കമന്റ് ബോക്സില് കുക്കു മാമിയൊക്കെ ആരൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മാമിന്ന് വിളിക്കുന്നത് അമ്മയുടെ ആങ്ങളയുടെ ഭാര്യയാണ് കേട്ടോ. അപ്പോ ഞാൻ എന്തുവാ കുക്കുവിന്റെ അമ്മയും അച്ഛനും എന്ന് പറയുന്നത് അമ്മയുടെ ഏറ്റവും ഇളയ ആങ്ങളെയും ഭാര്യയും കേട്ടോ. അവർക്ക് വേറെ മക്കളൊന്നുമില്ല, കുക്കു മാത്രമേ ഉള്ളൂ. കുക്കുവിനെയാണ് എന്റെ ആങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അവരുടെ കല്യാണം അമ്പലത്തിൽ വെച്ചാണ് നടന്നത്. അതെന്താ ആരോ ചോദിച്ചായിരുന്നു, ക്രിസ്ത്യൻസിന്റെ ഇടയിൽ അങ്ങനെ മുറപ്പെടനെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചോദിച്ചതിനൊന്നും നമുക്ക് മറുപടിയില്ല. കല്യാണാലോചന തുടങ്ങിയപ്പം അവന് എന്നോട് പറഞ്ഞു എനിക്ക് കുക്കുവിനോട് ഇഷ്ടമുണ്ട്, ചേച്ചി അത് പറയണമെന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞു. അതിന്റെ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാരൊക്കെ സംസാരിച്ചു. അങ്ങനെ ഒരു കാര്യത്തെ പറ്റി ചിന്തിച്ചിട്ടില്ലായിരുന്നത് കൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം കുറെ ആലോചനകളൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ആലോചിച്ചു. എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു. ചിലർക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു, ചിലർക്ക് ഇഷ്ടക്കേടൊന്നും ഇല്ലായിരുന്നു. എന്ത് തന്നെ ആയാലും കല്യാണം നടന്നു. ഇപ്പം 10 വർഷമായി, 2 മക്കളായി, അങ്ങനെ ജീവിക്കുന്നു കേട്ടോ. അപ്പോ അത് നമ്മുടെ ഫാമിലിയിൽ പുതിയതായിട്ട് വന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉള്ളത് കൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടുവിശേഷങ്ങള്.
അപ്പോൾ എൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ കാരണം ഞാനൊന്ന് റെസ്റ്റ് എടുക്കാൻ പോവാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് കിടന്നിട്ട് ചോറുണ്ണാം. നല്ല ഉഷാറായിട്ട് ഒരുപാട് സംസാരിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല. അപ്പൊ ഞാനൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാം കേട്ടോ. നമുക്ക് ചോറുണ്ണാൻ സമയമായി. ഒരു 10 മിനിറ്റ് കൂടെ താമസിച്ചപ്പോഴത്തേക്ക് ഒരാള് എന്നെ ഓടിച്ചു. 8:45 എല്ലാവരോടും പറഞ്ഞേരാണ് 8:45 മുമ്പേ കഴിക്കുള്ളൂ. ആ സോറി, എനിക്കങ്ങ് വയ്യായിരുന്നു, അതുകൊണ്ടാ. അയ്യോ മതി. മറൈൻ വേൾഡിലെ സ്പെഷ്യൽ ആട്ടോ. കുറച്ച് ദിവസമായി, പക്ഷെ 10-11 മാസമായി. ഓള അല്ല 2 മാസമായി. പകുതി ഞാൻ വറുത്ത്, ബാക്കി പകുതി ഞാൻ അടുത്ത ദിവസം എടുക്കാം എന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റാ. മറ്റേ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, ഓരോ ഷേപ്പിലൊക്കെ ഉള്ളത്, ചക്രം പോലൊക്കെ ഇരിക്കും. അതിനെക്കാട്ടിൽ ആ രുചിയല്ല ഇതിന് കേട്ടോ, വേറൊരു ടേസ്റ്റാണ്. ഇന്നത്തേക്കുള്ളത് ആയിട്ടുണ്ട്. നമുക്കിനി ചോറുണ്ട്. പിന്നെ നമ്മുടെ പിടിപിടി വറുത്തതും സാമ്പാർ. രാവിലെ ഇഡലി ആയതുകൊണ്ട് രാവിലെ ഞാൻ സാമ്പാർ വെച്ചു. ഒരുപാട് പച്ചക്കറികളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. പരിപ്പും തക്കാളിയും ഉരുളക്കിഴങ്ങും സവാള, ഇത്രയാണ് നമ്മുടെ സാമ്പാറിന്റെ പ്രധാന കക്ഷികൾ കേട്ടോ. അല്ലാതെ നമ്മൾ വെക്കും, പക്ഷെ അന്നേരം ഈ കഷ്ണങ്ങളെല്ലാം ഇവര് ക്യാരറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇച്ചിരി പിന്നെ മീൻകറി. ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ അത്താഴം. അത് കഴിഞ്ഞ് കിടന്നുറങ്ങുക. മോനുകൂടെ ചോറ് വിളമ്പുവാ. ഇന്നത്തെ ദിവസം ഒരുപാട് വിശേഷങ്ങളൊന്നും പറയാൻ നമുക്ക് പറ്റിയില്ല, എന്നാലും ഒരു കുഞ്ഞു വീഡിയോ. എന്നും നമ്മൾ ഒരേപോലെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അടുത്ത വീഡിയോയില് ഇനി നമുക്ക് കാണാം. എന്റെ പ്രിയങ്ങൾക്കെല്ലാം ദൈവാനുഗ്രഹം കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ.